ഇല്ല ഞാൻ പറഞ്ഞു ഞാൻ ഹോസ്റ്റലിൽ बता रहा हूँ, मैं 2006 से फीफा वर्ल्ड कप देख रहा हूँ और ये आज तक का सबसे खराब फाइनल था। भगवान का शुक्र है कि വെൽക്കം ടു മൈ ഫസ്റ്റ് എവർ സോളോ ട്രിപ്പ് ടു ജയ്പൂർ. ഞാൻ ഭയങ്കര എക്സോസ്റ്റഡ് ആണ്. ഒന്ന് 2 ഫ്ലൈറ്റ് മാറി കയറിയതിൻ്റെ, രണ്ടാമത്തത് എനിക്ക് നല്ല ബാക്ക് പെയിൻ ഉണ്ട് ഇരുന്ന് വന്നതിൻ്റെ, നടുവേദന ശരിക്കുണ്ട്. അപ്പം ഞാൻ നല്ല ടയേർഡായിട്ടുണ്ട്. ഓക്കെ, ഒന്ന് ഫ്രഷ് ആവണം, എന്നിട്ട് നമുക്ക് നമ്മുടെ മെയിൻ പരിപാടി ഉണ്ട്, അതൊക്കെ പറയാം. ഞാൻ ഇന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്ന റൂം നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ ഇവിടെ ഒരു ബാത്റൂം വരുന്നുണ്ട്. Look at this, guys. Oh my god. കട്ടിലൊക്കെ നോക്ക്. കെറ്റിലും കാര്യങ്ങളൊക്കെ. I think this is a view. നല്ല കൊള്ളാം. എനിക്ക് 2 ഫ്ലൈറ്റ് മാറി കയറിയതിൻ്റെയും പിന്നെ കണ്ടിന്യൂസ് ഇരുന്ന് വന്നതിൻ്റേതായിട്ടുള്ള നല്ല ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു. സോ ഞാൻ വന്ന ഉടനെ കട്ടിലേക്ക് ഇങ്ങനെ കുറേ നേരം സ്ട്രെച്ച് ചെയ്ത് കിടന്നു. അപ്പോൾ തന്നെ എനിക്ക് നല്ല ആശ്വാസം ഉണ്ടായിരുന്നു. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങൾ ഈ വീഡിയോയുടെ ഇനിഷ്യലി കണ്ട പോലെ തന്നെ ഞാനിപ്പോൾ ജയ്പൂരാണുള്ളത്. ഞാൻ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യണത് തന്നെ ഒരു താങ്ക്സ് ഗിവിങ് വെച്ചിട്ടാണ്. വേറെ ആരോടുമല്ല, ഞാൻ വർക്ക് ചെയ്യുന്ന എൻ്റെ കമ്പനിയോടാണ്. ഞാനുണ്ടല്ലോ ഇന്ന് ഒരു തിങ്കളാഴ്ചയാണ്. ഞാൻ ഇന്ന് നോർമലി എല്ലാ ദിവസത്തെയും പോലെ എൻ്റെ ഓഫീസിലിരുന്ന് വർക്ക് ചെയ്യേണ്ട ഞാനാണ് ഇപ്പോൾ ജയ്പൂർ നിൽക്കുന്നത്. എല്ലാം സഡൻ ആയിരുന്നു കേട്ടോ. ശനിയാഴ്ച രാത്രി വിളിച്ചിട്ട് എന്നോട് പറയാം തിങ്കളാഴ്ച ജയ്പൂർ പോകണമെന്നുള്ളത്. പിന്നെ എല്ലാം പെട്ടെന്നൊക്കെ സെറ്റാക്കി ഇന്ന് രാവിലത്തെ ഫ്ലൈറ്റിന് രാവിലെ 7:45 നമ്മുടെ കൊച്ചിയിൽ നിന്ന് ഫ്ലൈറ്റ്. അങ്ങനെ പോകുന്നതാണ്. സോ എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് എൻ്റെ കമ്പനിയോട് തന്നെയാണ്. ഞാനിപ്പോൾ വർക്ക് ചെയ്യണത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, ഞാൻ ഒരു ഇവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയിലാണ് വർക്ക് ചെയ്യണത്. സാൻസ് ഇവൻറ്റ് പ്ലാനേഴ്സ് എന്നാണ്. അപ്പോൾ നമ്മൾ ലേറ്റസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വലിയൊരു വർക്ക് ഉണ്ട്. ചരിത്രത്തിൽ ആദ്യമായിട്ട് ഫ്രണ്ടിൽ വെച്ചിട്ടൊരു വെഡ്ഡിങ് ചെയ്തത് നമ്മളാണ്. അതിൻ്റെ വ്ളോഗൊക്കെ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ ടാഗ് ചെയ്യാം, നിങ്ങളത് കാണണം. സോ ആ വർക്കിനെ നമ്മൾ കാണിച്ചുകൊണ്ട് നമ്മൾ ഒരു അവാർഡ് ഫംഗ്ഷന് നോമിനേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ജയ്പൂർ വെച്ചിട്ടാണ് ഇവൻറ്റ് നടക്കുന്നത്. ആക്ച്വലി ഇന്ന് ശില്പ ചേച്ചിയും ഡിക്സൺ ചേട്ടനും വരേണ്ടതാണ് ഇവിടെ. അതായത് നമ്മുടെ കമ്പനി ശില്പ ഡിക്സൺ ചേട്ടൻ എന്ന് പറയുന്നത് കമ്പനിയുടെ ബിസിനസ് പാർട്ട്നേഴ്സാണ്. സോ അവർ നിൽക്കേണ്ടതാണ് ഇവിടെ. നമുക്കൊരു ഇവൻറ്റ് വന്നപ്പോഴേക്കും വേറൊരു ഇവൻറ്റ് ഇന്ന് നാളെ ആയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വരാൻ പറ്റാത്ത സാഹചര്യം ആയത് കാരണം അവർക്ക് ബിഹാഫായിട്ട് കമ്പനീനെയും ഡിക്സനെയും ശില്പച്ചനെയൊക്കെ റെപ്രസെൻ്റ് ചെയ്തിട്ട് ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുകയാണ്. അപ്പം എനിക്ക് ഇവിടെ നിന്ന് കാണാം നമ്മുടെ പരിപാടി നടക്കുന്ന സ്ഥലം. ഇവിടെ നിന്ന് വാക്കിംഗ് ഡിസ്റ്റൻസേ ഉള്ളൂ, എന്നാലും നമ്മൾ വണ്ടിക്കാണ് പോകുന്നത്. അപ്പം ഞാൻ ഇത്രയും പെട്ടെന്ന് കാര്യം പറഞ്ഞു തീർക്കാം. എനിക്ക് 4 മണിയാകുമ്പോൾ അവിടെ എത്തണം. സോ ഗൈസ്, അവരെ റെപ്രസെൻ്റ് ചെയ്താണ് ഞാനിന്ന് നിൽക്കുന്നത്. ഇത് പറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ കമ്പനിയിൽ ഒരു 20-25 പേരോളം വർക്ക് ചെയ്യുന്നുണ്ട്. സോ ദേ ഡിസൈഡഡ് മീ, എന്നെ അവർ ഡിസൈഡ് ചെയ്ത് ഇന്ന് ജയ്പൂർ വിടാമെന്ന രീതിയിലെടുത്തതിൽ എനിക്കിത് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ജയ്പൂർ വരണമെന്നുള്ളത് ഓഫ് കോഴ്സ് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. പക്ഷേ എന്താ പറയുക, പറയുമ്പോൾ ചിലപ്പോൾ എനിക്ക് സങ്കടം വരും. ബിക്കോസ് നമ്മളെ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ടല്ലോ. പക്ഷെ നമ്മളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മളെ സംബന്ധിച്ച് അവർ നമ്മളെ
ഓഫ്കോഴ്സ് എല്ലാവരും സാലറിക്ക് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യണത്, ഞാനും അതിന് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യണത് തന്നെ. നമുക്ക് ആവശ്യങ്ങളുണ്ട്, പക്ഷേ എന്നാൽ അതിനുപരി നമ്മുടെ വർക്കിനെ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്, നമ്മളെ ചേർത്ത് പിടിക്കുന്നുണ്ട് എന്നുള്ളൊരു എന്താണ് ഒരു തോന്നലാണ് നമുക്ക് ഇങ്ങനെയുള്ളൊരു അവസരങ്ങളൊക്കെ വരുമ്പോൾ. എനിക്കത് തന്നെയാണ് തോന്നുന്നത്. സോ നമ്മുടെ വർക്കിനെ അല്ലെങ്കിൽ നമ്മളെ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ടെന്നുള്ളത്. സോ എന്നോട് പറഞ്ഞപ്പോൾ ആദ്യം ആലോചിച്ചിട്ട് പറയാൻ തോന്നി, പെട്ടെന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴേ. പിന്നെ ഞാൻ ഇന്ന് രാത്രി എണീച്ച് ഞാൻ റെഡിയാണ്, നമുക്ക് ഞാൻ പൊക്കോളാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇന്ന് പോകുന്നതാണ്. സോ ജയ്പൂരാണിപ്പോൾ. എനിക്കധികം ടൈമില്ല സംസാരിച്ച് നിൽക്കാനും. എനിക്ക് ഇവൻറ്റിന് അങ്ങോട്ടേക്ക് പോകണം. സോ റൂമൊക്കെ നല്ല അടിപൊളി. ജയ്പൂർ നിങ്ങൾക്കറിയാമല്ലോ ഗൈസ്, ഈ കൊത്തുപണികളും കുറേ ആർട്ട് വർക്കും അങ്ങനെ ഇങ്ങനെ റോയൽ ടച്ചാണ് എല്ലാത്തിലും. എൻ്റെ റൂമും അങ്ങനെ തന്നെ, കണ്ടില്ലേ, കട്ടിലിൻ്റെ സീലിംഗ് ആണ് കാണുന്നത്. അപ്പോൾ മെയിനായിട്ടുള്ള സംഭവം എന്ന് വെച്ചാൽ അവാർഡ് ഫംഗ്ഷനാണ്. നമ്മൾ നോമിനേഷൻ കൊടുത്തിട്ടുണ്ട് 2 കാറ്റഗറിയിൽ. ഒന്ന് വെഡ്ഡിങ് വെന്യൂ, അത് ആദ്യോഗിനെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഒന്ന് ഇവൻറ്റ് പ്ലാനർ ആണെന്ന് തോന്നുന്നു, ഐ ഡോണ്ട് നോ, ഐ എം നോട്ട് ഷുവർ. അപ്പോൾ നമുക്ക് അവാർഡ് ഉണ്ടോ ഇല്ലയെന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. ബട്ട് നമ്മളുടെ പേര് വിളിക്കുമ്പോൾ ആരും ഇല്ലാതാകരുത്, ആ ഒരു കോൺസെപ്റ്റിലാണ് ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത്. സോ ഞാൻ ഇനി ഇവൻറ്റിൻ്റെ അവിടെ ചെന്നിട്ടുള്ള ഫോട്ടോസും വീഡിയോസൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. ഒരുപാട് ഇവൻറ്റ്സ് അവിടെ എത്തിയിട്ടുണ്ട്. ഒരുപാട് ഇവൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള പല പല മേഖലകളിൽ നിന്നിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും അവിടെ. ഇന്ന് വൈകിട്ടാണ് ഈ അവാർഡ് ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ. ബാക്കി നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. അപ്പോൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും നല്ല മഴ ഉണ്ടായിരുന്നു. സോ ഞാനൊരു ഊബർ ബുക്ക് ചെയ്തു. ഒരു സ്യൂട്ട് ലുക്കിലാണ് നമ്മൾ ഇന്നത്തെ ഇവൻറ്റിന് പോകുന്നത്. ജയ്പൂരിലെ തന്നെ വൺ ഓഫ് ദ റോയൽ ലുക്കുള്ള ഒരു ഹോട്ടലിൽ വെച്ചിട്ടാണ് നമ്മുടെ ഇവൻറ്റ് നടക്കുന്നത്. ഫെയർമൗണ്ട് എന്നാണ് ഹോട്ടലിൻ്റെ പേര്. IWTC ആണ് ഇന്നത്തെ ഇവൻറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. അവിടെ ചെന്നിട്ട് ഹെൽപ്പ് ഡെസ്കിൽ ചെന്നിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് നമ്മുടെ ടാഗ് മേടിച്ചു. ഇനിയുള്ള പരിപാടി എന്ന് വെച്ചാൽ ഒരു മെയിൻ ഹോൾ ഉണ്ട്. ഹാളിൽ ഓൾറെഡി ഒരു ടോക്ക് ഷോ ഒക്കെ നടക്കുന്നുണ്ട്. ഒരു ഹാഫ് മിനിറ്റ് കഴിയുമ്പോഴേക്കും ഓരോ ടോപ്പിക്ക് വെച്ചിട്ട് ഓരോ ടോക്ക് ഷോ നടക്കുന്നുണ്ട്. ടോപ്പിക് എന്ന് പറയുമ്പോൾ റിലേറ്റഡ് ടു വെഡ്ഡിങ്, റിസോർട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഹോളിലേക്ക് പോകുന്ന വഴി സൈഡ് ഫുള്ള് എക്സിബിഷൻ ഹോൾസ് ആണ്, ഫുൾ കംപ്ലീറ്റ്. അതും ഓരോ ഹോട്ടൽസിനെ റെപ്രസെൻ്റ് ചെയ്ത് അല്ലെങ്കിൽ ഇവൻറ്റ് റിലേറ്റഡ്, വെഡ്ഡിങ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ റെപ്രസെൻ്റ് ചെയ്തിട്ടാണ് ഇത് വരുന്നത്. നമ്മൾ ഓരോ എക്സിബിഷൻ ഹാളിലും കയറും, സ്റ്റോളിലും കയറിയിട്ട് അവരുടെ വിസിറ്റിംഗ് കാർഡ്, അവരുടെ ബ്രോഷറൊക്കെ നമ്മൾ കളക്ട് ചെയ്യും. എന്നിട്ട് അവരുടെ ഡീറ്റെയിൽസ് കൂടുതൽ ചോദിച്ചറിയും. എന്നിട്ട് നമ്മൾ നമ്മുടെ വിസിറ്റിംഗ് കാർഡും അവർക്ക് ഹാൻഡ് ഓവർ ചെയ്യും. ലൈക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, എൻക്വയറീസ് ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഇതെല്ലാം ഒരു റൗണ്ട് ഞാൻ എല്ലാ സ്റ്റോളിലും കയറി ഇറങ്ങിയിട്ട് പിന്നെ ഞാൻ ടോക്ക് ഷോയിലേക്ക് വന്നു. ആക്ച്വലി ഇൻ്റർനാഷണൽ പരിപാടി ആണെങ്കിലും ദേ ഓൾ ആർ ടോക്കിംഗ് ഇൻ ഹിന്ദി ഓൺലി. ഹിന്ദി എനിക്ക് അത്ര വശമില്ല, അതുകൊണ്ട് തന്നെ പൊട്ടനാട്ടം കാണുന്ന പോലെ ഞാൻ അവിടെ കുത്തിയിരുന്നു. ആക്ച്വലി ഈ പ്രോപ്പർട്ടി ഉണ്ടല്ലോ ഒരു കിട്ടിയിലും പ്രോപ്പർട്ടിയാണ്. കിട്ടിയിലോ എന്ന് പറഞ്ഞാൽ അടിപൊളി ഒരു പ്രോപ്പർട്ടി. പക്ഷെ ഇത് ഫുള്ള് കാണാനുള്ള സമയവും നമുക്കില്ല. കുറേ ഉണ്ട് അങ്ങോട്ട് വിജിലംബിച്ച് കിടക്കുന്നതാണ്. ബട്ട് എനിവേ ഐ ലൈക്ക് ദി ഇവന്റ്. നമ്മളിങ്ങനെ ഓരോ എക്സിബിഷനിലൊക്കെ കയറി ഓരോ ആൾക്കാരോട് സംസാരിച്ച് അവരുടെ ഇന്ന് കാർഡ്സ് ഒക്കെ മേടിച്ചു. നമ്മുടെ കാർഡും കൊടുത്തു. നമ്മളപ്പോൾ ആ പരിപാടിയിൽ നിന്ന് തിരിച്ച് റൂമിലോട്ട് വന്നു. ഇനി ആ പരിപാടി സ്റ്റാർട്ട് ചെയ്യണത് 8 മണിക്കാണ്. അപ്പോൾ ഇപ്പോൾ സമയം 6:45 അപ്പോൾ ഇനി 1 മണിക്കൂറിന് മേലെ ടൈം ഉണ്ടല്ലോ. അപ്പോൾ അവിടെ പോസ്റ്റാണ്. ഡിന്നറും ആ ടൈമിലേ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു റൂമിൽ വന്നിട്ട് 1 hour ഉണ്ടല്ലോ, റൂമിൽ വന്നിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ റൂമിലോട്ട് വന്നു. ഇങ്ങനെ കട്ടിലിൽ കിടന്നിട്ട് മേലെ റൂഫിലോട്ട് നോക്കുമ്പോഴുള്ള വ്യൂ നല്ല രസമുണ്ട് കേട്ടോ. പെയിൻറ്റിങ് ആണ്. ആ ഫാനൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട്, കാണിച്ചു തരാവേ. ഫാനൊക്കെ കണ്ടു, ഐ ലൈക്ക് ഇറ്റ്. ഇതാണ് കട്ടിലിൻ്റെ മുകൾ വശം. അവിടെ ഒരു ഓപ്പൺ വിൻഡോ ഉണ്ട് കേട്ടോ. അത് നമുക്ക് കർട്ടൻ പൊക്കി കഴിയുമ്പോഴേക്കും വിൻഡോ വേണ്ട, ആ വിൻഡോ നമുക്ക് തുറക്കാം. നല്ലൊരു പഴയ രീതിയിലുള്ള വിൻഡോ. നമ്മുടെ അവാർഡ് ഫംഗ്ഷൻ തുടങ്ങാൻ പോവാണ് കേട്ടോ. 8 മണി എന്നാ പറഞ്ഞത്, ഇപ്പം 8:30 ആകാൻ പോണു. സോ നമുക്ക് അവാർഡ് ഉണ്ടോ ഇല്ലെന്നൊന്നും അറിയാൻ പാടില്ല. അപ്പോൾ നമ്മൾ
അത് ആ ഒരു കാറ്റഗറി എത്തുന്ന വരെ ഇരിക്കാന്ന് വിചാരിച്ചു. എന്നിട്ട് അത് കഴിയുമ്പോൾ പോയി ഡിന്നർ കഴിക്കാം എന്ന് വിചാരിച്ചു. ഇൻ കേസ് ഇനി അവാർഡ് ഉണ്ടെങ്കിൽ ആ സ്റ്റേജിൽ പോയാൽ നമ്മൾ മേടിക്കേണ്ടത് കഴിച്ചു. അവിടെ പോയി നിന്ന് മേടിക്കണം. കുറച്ച് എക്സൈറ്റഡ് ആണ്. അങ്ങനെ പതിയെ നമ്മുടെ അവാർഡ് ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇന്നലെ ഇവിടെ പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ ഒരു എക്സാക്റ്റ് ഒരു കല്യാണം പോലെ ഇവിടെ ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ബ്രൈഡും ഗ്രൂമും ബരാത്ത് എൻട്രിയും ബ്രൈഡ് എൻട്രി ഗ്രൂം എൻട്രി എല്ലാം വെച്ചിട്ട് ഒരു എക്സാക്റ്റ് കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോസാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. അത് കഴിഞ്ഞിട്ട് ഒഫീഷ്യലി നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുവാണ്. ഞാൻ കുറച്ച് ടെൻസ്ഡാണ്. സോ ഞാൻ അവിടെ വെച്ചൊരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്തു. ഒരു ഫ്രണ്ടിനെ എനിക്ക് കിട്ടി. ആളെനിക്ക് ഒരു മോക്ടെയിലൊക്കെ കൊണ്ടുവന്ന് തന്നു കേട്ടോ. ആൻഡ് ഫൈനലി ഇറ്റ് ഹാപ്പൻഡ്. And wedding planners for bronze for best space decor. Best space decor at a wedding, bronze goes to Vegastar Events. Congratulations, ma'am. ആദ്യത്തെ അവാർഡ് ബ്രോൺസ് കാറ്റഗറിയിൽ ബെസ്റ്റ് സ്പേസ് ഡെക്കോറിന് നമുക്ക് കിട്ടി. Congratulations to Sands Events and Wedding Planners for winning the Bronze Award in the category of Best Wedding of the Year. അധികം വൈകാതെ രണ്ടാമത്തെ അവാർഡും നമ്മൾ കൈക്കലാക്കി. ബെസ്റ്റ് വെഡിങ് ഓഫ് ദ ഇയർ, അതും ബ്രോൺസ് കാറ്റഗറി തന്നെ. സോ നമ്മൾ അവാർഡ് മേടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. ജയ്പൂർ സ്പെഷ്യൽ ആയിട്ടുള്ള കുറച്ച് ഫുഡൊക്കെ ഉണ്ടായിരുന്നു. സോ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ ഫ്രണ്ട് ജയ്പൂർ സ്പെഷ്യൽ എല്ലാം എനിക്ക് വെൽ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. ഓരോ ഫുഡ് എങ്ങനെ കഴിക്കണമെന്നൊക്കെ നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടാണ് എന്നെ കൊണ്ട് എടുപ്പിച്ചതൊക്കെ. ആൻഡ് നമ്മുടെ കേരള സ്പെഷ്യൽ ഫിഷ് കറിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ കാണാത്ത കുറേ വെറൈറ്റി കുറേ ഫുഡുകൾ ഉണ്ടായിരുന്നു. എല്ലാം ഞാൻ കുറച്ച് എടുത്ത് ട്രൈ ചെയ്തു. ഞാൻ ഫുഡ് കഴിക്കാൻ വന്ന ഹോളാണ് ഈ കാണുന്നത് ഗൈസ്. അത് തന്നെ എന്ത് രസമായിട്ട് അവർ ചെയ്തേക്കണമെന്ന് അറിയാമോ. ആ റൂഫൊക്കെ കാണുന്നത് ക്ലോത്താണ്. അത്രയും അടിപൊളിയാണ്. അത് കഴിഞ്ഞിട്ട് ഡെസേർട്ട് ഉണ്ടായിരുന്നു. ഡെസേർട്ടും നല്ല കേക്കും പിന്നെ നല്ല സ്വീറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അതും ഞാൻ ട്രൈ ചെയ്തു. ഞാൻ ഒന്നുകൂടി ഹോളിലോട്ട് പോയി നോക്കിയപ്പോഴേക്കും അവിടെ പെർഫോമൻസ് ഒക്കെ നടക്കുമായിരുന്നു. സോ ആ കാണുന്നതാണ് നമ്മുടെ ഹോട്ടൽ. ഞാൻ അപ്പോഴേക്കും റൂമിലേക്ക് പോകുന്നു. ഒരു മണിയൊക്കെ ആയപ്പോഴേക്കും റൂമിലേക്ക് തിരിച്ചു പോകുന്നു. ഇത്തവണ ഞാൻ നടന്നാണ് കേട്ടോ എൻ്റെ ഹോട്ടലിലേക്ക് പോയത്. ജസ്റ്റ് 500 മീറ്റർ വാക്കിംഗ് ഡിസ്റ്റൻസേ ഉള്ളൂ. ഹലോ ഗൈസ്. സോ നമ്മുടെ അവാർഡ് ഫംഗ്ഷനൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് റൂമിലോട്ട് വന്നു. ഇപ്പം സമയം ഇത്രയെന്ന് അറിയാവോ? ഇപ്പം സമയം 12 മണിയായി. ഇത്ര ലേറ്റ് ആയത് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. അവിടെ ഇരുന്നപ്പോൾ ഒന്നും അറിഞ്ഞില്ല. ഓക്കെ, അപ്പം ഞാൻ രാവിലെ വീഡിയോയിൽ പറഞ്ഞാൽ നമ്മൾ നോമിനേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവാർഡ് ഉണ്ടോ ഇല്ലയോ നമുക്ക് അറിയത്തില്ല. അപ്പോൾ പേര് വിളിക്കുമ്പോൾ നമ്മൾ ഇല്ലാതെ ആകരുതെന്ന് വെച്ചിട്ട് വന്നത്. ആൻഡ് നമുക്ക് 1 അല്ല 2 അവാർഡ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ആക്ച്വലി പ്രോപ്പർട്ടി കുറേ ഉണ്ട് കാണാൻ. ഞാൻ ഒന്നും കണ്ടിട്ടില്ല. റൂഫ് ടോപ്പിലൊക്കെ ഇൻഫിനിറ്റി പൂളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ബാർഗെയിൻ ചെയ്യാൻ അറിയാൻ പാടില്ല ഗൈസ്. ഞാനിപ്പോ എവിടെയെന്ന് അറിയാവോ? എന്തിന്റെ ഫ്രണ്ടിലാണെന്ന് അറിയാവോ? ഹിന്ദിയിൽ അത്ര പരിജ്ഞാനം ഇല്ലാത്തത് കൊണ്ട് സ്വീറ്റ് ഷോപ്പിൽ വന്നിട്ട് പെട്ടു. ആ ചേട്ടൻ എനിക്ക് നിർത്തി തന്നതാണ് ഇവിടെ. So guys, my flight got delayed for 2 hours. സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്ലൈറ്റിലേക്ക് പോവുകയാണ്. Vale.